ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഈ വീഡിയോയ്ക്കൊക്കെ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ട്. എൻ്റെ വോയിസിനായാലും എൻ്റെ വീഡിയോസിനായാലും എഡിറ്റായാലും എല്ലാത്തിനും ഒരുപാട് കുറവുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഞാൻ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതെന്താണെന്ന് പഠിച്ചു വരുന്നതൊക്കെ ഉള്ളൂ. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം. എൻ്റെ കൂടെ തന്നെ നിങ്ങളൊക്കെ കാണണം. എനിക്ക് അത് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയിക്കുക. പിന്നെ എന്താണ് എന്നെ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. പിന്നെ ഇന്നലെ വീഡിയോസ് ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല. കാരണം ഞാൻ ഇച്ചിരി ബിസി ആയിപ്പോയി. എൻ്റെ ഉമ്മ വീട് മാറുന്ന കാര്യം ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് എടുക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ രാത്രി നമ്മൾ വന്നപ്പോൾ തന്നെ നല്ല ലേറ്റായിട്ടാണ് എൻ്റെ വീട്ടിലെത്തിയത്. പിന്നെ ഉറങ്ങി രാവിലെ എണീക്കാൻ അതുപോലെ തന്നെ വൈകിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മോനെ സ്കൂളിൽ വിട്ടതോ ഫുഡിൻ്റെ കാര്യങ്ങളോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല ലേറ്റായിട്ടാണ് രാവിലെ എണീച്ചത്. പെട്ടെന്ന് തന്നെ അവനെ റെഡിയാക്കി സ്കൂളിൽ വിടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല. ഞങ്ങൾക്ക് കഴിക്കാൻ രാവിലെ പുട്ടും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു ഇന്നലത്തെ. പുട്ട് ഇന്നത്തതും ചിക്കൻ കറി ഇന്നലത്തതും. പിന്നെ കട്ടനൊക്കെ ഇട്ട് അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ ഉണ്ടായിരുന്നു വിരിക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ട് കയറി. എൻ്റെ മുഖം ഒട്ടും വയ്യ, നല്ല പനിയാണ്. അപ്പോൾ പിന്നെ അവൾ കരയുന്നതിന് മുന്നേ എനിക്ക് ജോലികളൊക്കെ ഒതുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ എല്ലാം ഒതുക്കാം. ഉമ്മ ഉണ്ട് കൂടെ ഹെൽപ്പിന്. ഇക്കാര ഉമ്മയാണത്. അപ്പോൾ ഉമ്മയാണ് മീനൊക്കെ വൃത്തിയാക്കി തന്നത്. മോള് കരയാണെങ്കിൽ എടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ഉമ്മ തന്നെ വൃത്തിയാക്കി തന്നു. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കോവയ്ക്ക വിഴുക്കും വാഴക്കൂമ്പ് തോരനാണ്. ഇത് വാഴക്കൂമ്പ് എൻ്റെ ഇക്കാടെ മാമാരെ മോൻ കൊണ്ടുവന്നതാണ്. അവന് ഈ വാഴ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വാഴയൊക്കെ ഒടിഞ്ഞ് 2-3 വാഴ ഒടിഞ്ഞു. അപ്പം അതിനകത്തുനിന്ന് കിട്ടിയതിനെ ഞാൻ കൂടെ കൊണ്ട് തന്നെയാണ് ഒരെണ്ണം. അപ്പോൾ അതേ ഞാൻ വാഴക്കൂമ്പൊക്കെ അരിഞ്ഞു തോരത്തിനൊക്കെ അടുപ്പിൽ വെച്ചിട്ട് എല്ലാം പെട്ടെന്നാണ് ചെയ്യുന്നത്. കാരണം മോള് ഉറങ്ങുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത്. അപ്പം അവൾ എണീച്ച് കരഞ്ഞാൽ പിന്നെ കുറച്ച് നേരം പിന്നെ ഇത് ഇവിടെ പെയിൻറ്റിങ് ആക്കി ഇടണം. പിന്നെ അവളെ കൂടെ കുറച്ച് നേരം ഇരിക്കേണ്ടി വരും. പനി ആയതുകൊണ്ട് ഭയങ്കര നിർബന്ധമായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ തിരുവി തോരനും മീൻകറിക്കും കിഴങ്ങിനൊക്കെ അരയ്ക്കണമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ തിരുവി. അപ്പോൾ ഉമ്മായും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം ശരിയാക്കാനായിട്ട് അരയ്ക്കാനൊക്കെ ഉമ്മായും കൂടി ഉണ്ടായിരുന്നു. അടുക്കളയൊക്കെ നല്ല കോലത്തിലാണ് കിടക്കുന്നത്. കാരണം എല്ലാം കൂടി വാരി വലിച്ചിട്ട് പെട്ടെന്ന് എല്ലാം ചെയ്യണമല്ലോ. അപ്പം ആ ഒരു ഇതിലാണ് ഇതൊക്കെ ഇങ്ങനെ എല്ലാം പരന്ന് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ മോൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മോളുടെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്നു. പിന്നെ അവളെ വീണ്ടും ഞാൻ കിടത്തി ഉറക്കി. മരുന്ന് കൊടുത്തതിൻ്റെ ആ ഒരു മയക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പെട്ടെന്ന് വന്ന് മീൻകറി അടുപ്പിൽ വെക്കണം എന്ന് വെച്ചാൽ, കാരണം ഉച്ചയ്ക്ക് കഴിക്കാൻ വരും. അപ്പോൾ ഇക്കാക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കണം. ആ ഒരു ഇതും ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ മീൻകറിയൊക്കെ അടുപ്പിൽ വെച്ചു. പിന്നെ ഇന്നലെ എൻ്റെ ഉമ്മ മാറിയത് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ സ്ഥലമൊന്നും ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതൊന്നും പറയുന്നില്ല. അതൊക്കെ പിന്നെ വരും വീഡിയോകളിൽ ഞാൻ പറയാം. എന്താണ് കാരണമെന്നും മാറാനുള്ള കാരണങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നെ ഞാൻ തോരൻ വെച്ചു. കോവയ്ക്ക ഒഴുക്ക് വെച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഈ വാഴക്കൂമ്പ് തോരനും വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം കൂടി എടുത്തിട്ടാൽ കഴുകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം കൂടി ഒരു പാത്രത്തിൽ തന്നെ അങ്ങ് വേവിച്ചു. അപ്പോൾ ഇന്നതേ മീൻകറി അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മോള് വീണ്ടും എണീച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവൾക്ക് ഇച്ചിരി കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. പൊടിയരി ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ വാങ്ങിയിട്ട് വന്ന് വെക്കാനുള്ളൊരു സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇതിനകത്ത് നിന്ന് തന്നെ കുറച്ച് ചോറെടുത്ത് കഞ്ഞിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ കുറച്ച് കുടിച്ചിട്ടുള്ളൂ. വയ്യാത്തതുകൊണ്ട് ഒട്ടും കഴിക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ മോളെ എടുത്തുകൊണ്ട് വന്നു കുറച്ച് കഞ്ഞി കോരി കൊടുത്തു. കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം അവൾക്ക് വീണ്ടും മരുന്നൊക്കെ കൊടുത്ത് അവളോടെ കുറച്ച് നേരം കിടന്നിട്ട് അവളെ ഞാൻ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. പിന്നെ ഞാൻ മീനൊക്കെ പൊരിച്ചിട്ടില്ലായിരുന്നു. ഇക്ക വരുമ്പോൾ പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്ക വന്നിട്ടേ നമ്മളൊക്കെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുകയുള്ളൂ. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇക്ക ഇന്ന് വരില്ല എന്ന് വിളിച്ചു തുടങ്ങി. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വന്ന് മീനൊക്കെ പൊരിച്ച്. വാപ്പുമ്മ ഇപ്പം നമ്മളെ കൂടെ ഉണ്ട്. വാപ്പുമ്മ ആണെങ്കിൽ എൻ്റെ ഉമ്മയാണ്. അപ്പോൾ എൻ്റെ ഉമ്മച്ചിമ്മയാണ്. അപ്പം ഞാൻ കൊച്ചിലെ മുതലേ വാപ്പുമ്മ എന്ന് വിളിച്ച് അങ്ങനെ ശീലിച്ചു പോയി. അതുകൊണ്ട് പിന്നെ വാപ്പുമ്മ ഉണ്ട്. അപ്പോൾ വാപ്പുമ്മക്ക് ചോറൊക്കെ കൊടുക്കണം. ഉമ്മായും വാപ്പുമ്മയൊക്കെ ആയിട്ട് അവിടെ ചോറൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ എടുത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ എന്ന് പറയുക ഇതൊക്കെയാണ്. ചോറും കോവയ്ക്ക വിഴുക്കും വാഴക്കൂമ്പ് തോരനും കപ്പയും
നെത്തോലി കറിയും പിന്നെ നെത്തോലി ഫ്രൈയും ആയിരുന്നു. പിന്നെ നാരങ്ങ ഉപ്പിലിട്ടതുണ്ടായിരുന്നു. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നാരങ്ങയും ഉപ്പും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട്. പിന്നെ രാവിലത്തെ പുട്ടിന് പൊരിച്ച പപ്പടമാണ്. പപ്പടം ഞാൻ ഇങ്ങനെയാണ് പൊരിക്കുന്നത്. അതാകുമ്പോൾ വലിയ പാത്രം വേണ്ട. ചെറിയ ഏതെങ്കിലും പാത്രത്തിൽ ഇട്ട് തന്നെ നമുക്കങ്ങ് അടച്ച് വയ്ക്കാം. എന്തായാലും നമ്മൾ പപ്പടം പൊടിച്ചല്ലേ തിന്നണം. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പപ്പടം ഇങ്ങനെ കത്രികയോ പിച്ചാത്തിയോ വെച്ച് ഇങ്ങനെ അരിഞ്ഞിട്ട് എണ്ണയിൽ വാരിയിട്ട് പൊരിച്ച് ഇങ്ങനെ ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ കാസറോളോ ഇട്ട് അടച്ചങ്ങ് വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ല. മറ്റേത് വലിയ കുറച്ച് ചെറിയൊരു പാത്രമാണെങ്കിലും കുറച്ച് പപ്പടമല്ലേ കൊള്ളുള്ളൂ, അല്ലെങ്കിൽ വലിയ പാത്രം വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യണം. പിന്നെ ഇതാണ് എൻ്റെ വാപ്പമ്മ ചോറൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ കിടക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. പിന്നെ മോൻ വന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് വന്നിട്ട് മുറ്റം തൂക്കാനുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ കുറച്ച് തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മടക്കി പിന്നെ വീടൊക്കെ ക്ലീൻ ചെയ്തു. ഒന്നും കൂടി രാവിലെ ക്ലീൻ ചെയ്തു. പിന്നെ വൈകിട്ട് മോനൊക്കെ വന്ന് പിന്നെ കളിയൊക്കെ ആയപ്പോൾ കുറച്ച് ചവറൊക്കെ ആയി. പിന്നെ ഞാൻ അതും കൂടി ക്ലീനൊക്കെ ചെയ്തിട്ടിട്ടാണ് ചായയുടെ പരിപാടി നോക്കി. അപ്പോൾ ചായക്ക് ഇന്ന് സ്പെഷ്യലായിട്ടൊക്കെ പുറത്ത് പോയിട്ട് വന്നപ്പോൾ കുറച്ച് കടികളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇക്കാടെ ഉമ്മ കട്ടൻ ചായയെ കുടിക്കുള്ളൂ, പാൽ ചായ കുടിക്കില്ല. കോവിഡ് വന്നതിന് ശേഷം ഉമ്മ പിന്നെ ഈ എന്താണ് പാൽ ചായ ഒട്ടും ഉമ്മക്ക് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അന്ന് മുതലേ ഉമ്മ ഈ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. അതാണ് അങ്ങനെ. പിന്നെ ഇക്ക വന്നപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. വാഴയ്ക്കപ്പം, ഉഴുന്നുവട, ഉള്ളിവട, പരിപ്പ് വട, അതൊക്കെ ഇക്ക വാങ്ങിയിട്ട് വന്നതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് വരും. പിന്നെ എൻ്റെ ഈ ചാനൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കമൻ്റായിട്ടൊക്കെ നിങ്ങളുടെ ഇതൊക്കെ അറിയിക്കണം. പിന്നെ ഇതാണ് വീട്. ഒതുക്കി പകുതിയാക്കി നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വേറൊരു വീട്ടിലോട്ടാണ് കൊണ്ടുപോകേണ്ടത്. ഞങ്ങൾ പിന്നെ ഒരു 6:30-6 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറിനകത്ത്, ഇപ്പോൾ ബ്ലോക്കും കൂടിയൊക്കെ ആയതുകൊണ്ട് 1.5 മണിക്കൂർ എന്തായാലും വേണം നമ്മളിപ്പോൾ എടുത്ത വീട്ടിലോട്ട്, എൻ്റെ ഉമ്മ താമസിക്കുന്ന വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു. ഇതാണ് വീട്. വീടൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതെല്ലാം ഒതുക്കിയിട്ട് പോകാൻ നമുക്ക് പറ്റില്ല, എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഒതുക്കിയിട്ടാണ് വന്നത്. അപ്പോൾ ശരി, നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.